തൃശൂർ മണലൂർ പഞ്ചായത്തിലെ തണ്ണീർക്കുളങ്ങൾ ഭൂമാഫിയ മണ്ണിട്ട് നികത്തിയെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ. ഒരു കുളം പൂർണ്ണമായും മറ്റൊരു കുളം ഭാഗികമായും നികത്തിയിട്ടുണ്ട്. സംഭവത്തിൽ CPIM, കേരള കർഷക സംഘം, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങിയ പ്രവർത്തകർ നികത്തൽ പ്രവർത്തികൾ നടക്കുന്നിടത്ത് കൊടികുത്തുകയും പ്രതിഷേധം ചെയ്യുകയും ചെയ്തു. മണലൂർ പഞ്ചായത്തിലെ മഹാവിഷ്ണു ക്ഷേത്രക്കുളത്തിൽ നിന്നും വെള്ളമൊഴുകിപ്പോയിരുന്ന തോടും കുളങ്ങളുമായിരുന്നു ഇവ. ഇതിലൊരു കുളം പൂർണ്ണമായും മറ്റൊരു കുളം ഭാഗികമായും നികത്തി. തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് തുടർന്നാൽ വേനൽക്കാലത്ത് കിണറുകളിലേക്കുള്ള തീരുറവ ശോഷിക്കുമെന്നും മഴക്കാലത്ത് യാത്രാ സൗകര്യങ്ങളെ ബാധിക്കുന്ന രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഈ സ്ഥലം ഇപ്പോൾ ഒരു കുളം തൂർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലം എന്ന് പറയുന്നത് വിളക്കങ്കാലിൽ നിന്ന് കോരൻസ് റോഡ് എന്ന് പറയും. വിളക്കങ്കാലിൽ നിന്ന് അന്തിക്കാട് പോകുന്ന ഭാഗത്തുള്ള റോഡാണ്. ഇത് 18ാം വാർഡാണ്. ഈ വാർഡിൽ ഇപ്പം ഒരു സ്ഥലത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സ്ഥലത്ത് തൂർത്ത് കഴിഞ്ഞത് ആളുകൾ കണ്ടില്ല. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ സൈഡ് ഇപ്പോൾ തന്നെ പകുതിയോളം തൂർത്ത് കഴിഞ്ഞു. ഈ സ്ഥലം ഇത്തരം ഇവിടെ പൊതുവെ വെള്ളക്കെട്ടുള്ളൊരു സ്ഥലമാണ്. ഈ മഴ പെയ്ത് ഭയങ്കര വെള്ളക്കെട്ടാണ്. തന്നെയല്ല വേനൽക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ കുടിവെള്ളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സമയത്ത് ഈ കുളം ഇത്ര വലിയൊരു കുളം തൂർക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞങ്ങളുടെ ഈ പരിസരവാസികൾക്ക് ഞങ്ങൾക്ക് കുടിവെള്ളം മുട്ടി അതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അനധികൃതമായി നികത്തിയ കുളങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ത്രിതല പഞ്ചായത്ത് വകുപ്പ് മന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്ക് പരാതി നൽകിയതായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാരമുക്ക് യൂണിറ്റ് പ്രസിഡന്റ് MV ലിനി പറഞ്ഞു. നികത്തൽ തുടർന്നാൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക സംഘം നേതാക്കൾ പറഞ്ഞു. ഭാവിയിൽ ഉണ്ടാകുമ്പോൾ ഗുരുതരമായ പ്രശ്നമാണ്. വെള്ളക്കെട്ടും കൂടും. അത് മാത്രമല്ല, നീർച്ചാലുകളുടെ ശോഷണത്തിന്റെ ഭാഗമായിട്ട് ഭൂഗർഭജലത്തിന്റെ സ്രോതസ്സും കുറയും. അതിന്റെ ഭാഗമായിട്ട് കുടിവെള്ളം കുറയുന്നതാണ് ഇതിന്റെ ഒരു ശാസ്ത്രീയമായ വശം. അപ്പോൾ ഈ ഭാഗത്തെ പ്രദേശത്തെ ആളുകൾ മൊത്തം വെട്ടിലാക്കുന്നല്ലെന്നാണ്, കുടിവെള്ളത്തെ ഇല്ലാതാക്കുന്നല്ലെന്നാണ്, ഈ ഭാഗത്ത് വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയാക്കുന്ന ഒരു പ്രശ്നത്തേക്കാണ് അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഭൂമാഫിയ സംഘമായിട്ടുള്ള അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ആളുകളാണ് ഇതിന് പിന്നിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത്രയും പെട്ടെന്ന്, അതായത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ടൊക്കെ ഒരു കുളം തൂർക്കാനായിട്ട് ഒരു 70% 50% തൂർക്കാൻ ശ്രമിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിയമപരമായിട്ട് തടയേണ്ട ഒരു വസ്തുതയാണ്. അനധികൃതമായി നികത്തിയ കുളങ്ങളിലെ മണ്ണ് കണ്ടുകെട്ടി എടുത്തു മാറ്റണമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.